132 പേരാണ് നമ്മുടെ 10 എയും ബിയും സിയും കൂടെ കൂടിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്നവർ. ഏകദേശം 105ഓളം പേര് ഇപ്പോൾ നമ്മുടെ ലൈവായിട്ട് നമുക്ക് ഗ്രൂപ്പിലുണ്ട്. കുറേ പേര് വിദേശത്തുണ്ട്. വിദേശത്തുള്ളവർക്കും കൂടെ ലൈവായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ സ്വാഗതം പറയുന്നതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഓർമ്മകൾ 2001 എന്നുള്ള നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പി ഇസ്മായിൽ, അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു പ്രാസംഗികനാണ്. അദ്ദേഹത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരനായ ശ്രീ വിനീഷ് വി സി ആണ്. അദ്ദേഹത്തെയും ഈ ഓർമ്മകൾ 2001 നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ 10ാം ക്ലാസ്സിൽ നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഞങ്ങൾ നേരിട്ട് പോയി ക്ഷണിച്ചതാണ്. എല്ലാവർക്കും ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് കുറേ പ്രോഗ്രാംസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രോഗ്രാം ഇപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഉച്ച 3:30-4 മണിയോടെ തീർക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് പങ്കുകൊള്ളാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുന്നു. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമുക്ക് ആശംസ അറിയിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഈ സ്കൂളിലെ തന്നെ അധ്യാപകനായ ഫാദർ സാൽവിൻ അച്ഛനെ നമ്മുടെ ഈ ഓർമ്മകൾ 2001 പ്രോഗ്രാമിലേക്ക് ഏറ്റവും ഹൃദയത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിച്ച ഫാദർ ടോണി, അതേപോലെ ശ്രീ രമ്യ എന്നിവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ ക്ഷണം സ്വീകരിച്ച് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് കണ്ണൂരിൽ നിന്നും അവിടെ നിന്നും എല്ലാം കെട്ടിച്ചു വിട്ടായിരുന്നു, അവിടുന്ന് എല്ലാവരുടെയും ഭർത്താക്കന്മാരുടെ അനുവാദത്തോടെയും എല്ലാവരുടെയും ഇവിടെ എത്തിച്ചേർന്ന് ഇത്രയും പേരെങ്കിലും എത്തിയത് തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് കാണുകയാണ്. നമ്മളൊരു 10-15 ആളുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആരെങ്കിലും വരില്ലേ എന്നുള്ള നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഇത്രയും പേര് വരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്രയും പേര് എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്നാലും ഈ പരിപാടി നമ്മുടെ ഓർമ്മകൾ 2001 പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ശ്രീ വിനീഷിനെ ക്ഷണിച്ചുകൊള്ളു. നമസ്കാരം. ഓർമ്മകൾ 2001 എന്ന ഈ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ശ്രീ IB വർക്കി, അതോടൊപ്പം തന്നെ നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന പി ഇസ്മായിൽ, സാൽവിൻ അച്ഛൻ, നമ്മുടെ ഒപ്പം പഠിച്ച ഇന്ന് വൈദിക വൃത്തിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഫാദർ ടോണി, അതോടൊപ്പം ഈ യോഗത്തിൽ ഈ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുമിച്ച് നിന്ന് എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന ഫ്ലൈസിയാണ് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് വന്ന നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം അകലെ നിന്നും ദൂരെ നിന്നും വീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്നുമെല്ലാം വീക്ഷിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സാറന്മാരെ നമ്മളെല്ലാവരും വ്യക്തിപരമായി പോയി അവരുടെ വീടുകളിൽ പോയി വിളിക്കാൻ പറ്റുന്നവരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർക്ക് വരാൻ കഴിയില്ല, ഒത്തിരി കാരണങ്ങൾ കൊണ്ട്. ചില സാറന്മാരിപ്പോൾ ഓൺ ദ വേ ആണ്, നമ്മുടെ സുഹൃത്തുക്കൾ അവർ ഓൺ ദ വേ ആണ്. അവരിപ്പം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരും എത്തിച്ചേരും. ഇതാണ് അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ഒരു ആവശ്യമില്ലെന്ന്. കാരണം നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്, നമ്മളെല്ലാവരും അറിയുന്നവരാണ്. നമ്മുടെ ഓർമ്മകൾ പുതുക്കുക, നമ്മളെല്ലാവരും ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പഴയ ആ ഒരു കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമാണ്. അധ്യക്ഷൻ പ്രിയങ്കരനായ VC വിനീഷ്, വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹസമ്പന്നരായ സഹോദരി സഹോദരന്മാരെ, അക്ഷരം കൊണ്ട് അജ്ഞത തകർക്കുവാനും അറിവുകൊണ്ട് സംഘശക്തി ആർജിച്ചെടുക്കുവാനുമായി ഈ സരസ്വതി ക്ഷേത്രത്തിൽ 20 വർഷങ്ങൾക്കപ്പുറം സിറ്റിസൺ കാലഘട്ടത്തിൽ അധ്യയനം നടത്തിയവർ നെറ്റിസൺ കാലഘട്ടത്തിൽ രക്ഷിതാക്കളായി, അമ്മമാരായി, അച്ഛന്മാരായി, ഓഫീസർമാരായി, ടീച്ചർമാരായി പല വേഷത്തിലും നിങ്ങൾ വീണ്ടും ഈ കലാലയത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്.
ഞാൻ 2 പദപ്രയോഗം നടത്തി. സിറ്റിസൺ കൂടെ നെറ്റിസൺ. സിറ്റിസൺ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം, ആ രാജ്യത്തിലെ പൗരന്മാർ, അവർക്ക് ദേശീയ പതാകയുണ്ടാകും, ദേശീയ ഗാനമുണ്ടാകും, ദേശീയ ചിഹ്നങ്ങളുണ്ടാകും, ഒരുപാട് ദേശീയ പ്രതീകങ്ങളുണ്ടാകും. സിറ്റിസൺ കാലത്ത് സ്വദേശത്ത് നിന്ന് വിദേശത്തേക്ക് പോയാൽ, അതല്ലെങ്കിൽ ഒരു വിദേശി സ്വദേശത്തേക്ക് വന്നാൽ മാത്രമേ 2 രാജ്യങ്ങളിലെ പൗരന്മാർ തമ്മിൽ സംസാരിക്കാനുള്ള സാധ്യതയുള്ളൂ. പക്ഷേ നെറ്റിസൺ അങ്ങനെയല്ല. എല്ലാ അതിർത്തി വരമ്പുകളും മായ്ച്ചു കളയുന്ന ഒന്നാണ്. അമേരിക്കയിലെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലിരുന്ന് അവിടുത്തെ അധ്യാപകനോട് നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലിരുന്ന് ഇൻട്രാക്ഷൻ നടത്താനും അതിനനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നൊരു കാലം. UK-യിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറോട് നമുക്ക് സംസാരിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ചികിത്സ നടത്താനും കഴിയുന്ന ഒരു കാലം. നെറ്റീസനാണ് നിങ്ങളെ ഇവിടെ ഒന്നിപ്പിച്ചത് എന്ന് സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഞാൻ മനസ്സിലാക്കി. ഒരാൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ് ഈ കൂട്ടായ്മ തിരിച്ചു പിടിച്ചത് എന്നാണ്. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ നന്ദി പറയേണ്ടത് ഒന്ന് വാട്സപ്പ് കണ്ടെത്തിയ ജാൻകോമിനോടാണ്, ഫേസ്ബുക്ക് കണ്ടെത്തിയ മാർക്ക് സുക്കൻബർഗിനോടായിരിക്കും, മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ആളോടായിരിക്കും, ജിമെയിൽ കണ്ടെത്തിയ ആളോടായിരിക്കും. ഇപ്പം നെറ്റിസൻ്റെ ഏറ്റവും സുഖസൗകര്യം കിട്ടിയ, അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. ഇവിടെ എത്തിപ്പെടാൻ കഴിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾ വിദേശത്തിരുന്ന് കുടുംബസമേതം ഇത് കാണുന്നു എന്ന് പറയുമ്പോൾ ടെക്നോളജിയുടെ ഒരു വലിയ മാറ്റമാണ്. നമ്മുടെ ഈ പ്രോഗ്രാം നിലവിളത്തിൽ എത്തിച്ചാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സ്റ്റേജിലേക്ക് എല്ലാവരും മുമ്പോട്ട് നിലവിളത്തിൽ എത്തിച്ച് നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നു. അതോടൊപ്പം തന്നെ വോയിസ് മെസ്സേജായിട്ടും അവരുടെ ആശംസ നമുക്ക് അയച്ചു വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ക്രീനിൽ നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് രാധ ടീച്ചർ, നമ്മുടെ സ്കൂൾ 10th C-യിൽ നമ്മുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള രാധ ടീച്ചർ. പ്രിയ വിദ്യാർത്ഥി മിത്രങ്ങൾ, നിങ്ങളുടെ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തതിൽ വളരെയധികം വിഷമമുണ്ട്. എന്നാലും വളരെ നേരത്തെ തന്നെ വേർപിരിഞ്ഞു പോയ നിങ്ങൾ പരസ്പരം ഒത്തൊരുമിക്കാനുള്ള കൂട്ടായ്മയും അതുപോലെ നിങ്ങൾക്കും സ്നേഹം പങ്കുവെക്കാനുള്ള മനസ്സും അതൊരു വലിയ മനസ്സായി ഞാൻ കണക്കാക്കുന്നു. നിങ്ങളെല്ലാവരും രക്ഷിതാക്കളായിട്ടുണ്ടാകും, എല്ലാവരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലെത്തിയിട്ടുണ്ടാകും. എന്നാലും നിങ്ങൾക്കെല്ലാം ഒത്തൊരുമിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു അനുഗ്രഹമായി ഞാൻ കണക്കാക്കുന്നു. എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടുകൂടി രാധിച്ചു. നിങ്ങളുടെ ഈ ഒത്തൊരുമയിൽ, നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. നിങ്ങൾ അതിന് തിരഞ്ഞെടുത്ത പേര് ഓർമ്മകൾ വളരെ അന്വർത്ഥമാണ്.
നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചറുടെ എല്ലാവിധ ഭാവുകങ്ങളും ഞാനിവിടെ ഇരുന്നു കൊണ്ട് നേരുന്നു. എൻ്റെ മനസ്സ് നിങ്ങളോടൊപ്പമുണ്ട്. വിശ്വസിക്കുക. എല്ലാ മക്കൾക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ ഈ ഒത്തുചേരലിന്, ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ യാത്ര ചെയ്യാനായിട്ട് സാധിച്ചില്ല. ക്ഷമിക്കുക. ഏതായാലും നിങ്ങളെല്ലാവരും ഒത്തുകൂടിയതിലുള്ള സന്തോഷം അറിയിക്കുന്നു. നിങ്ങളുടെ ഈ കൂട്ടായ്മ നല്ലൊരു അനുഭവമായി മാറട്ടെ. എല്ലാവിധ ആശംസകളും. നേരിൽ കാണണമെന്നുള്ള ഒത്തിരി ആഗ്രഹം പക്ഷേ സാധിച്ചില്ല. എങ്കിലും നിങ്ങൾക്ക് നന്മകൾ നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. ശ്രീ ദിനേശ്, ടോണി, പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ. നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് പോയി കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ഭാഗ്യം എനിക്ക് കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചില പേരുകളും നിങ്ങൾ ചെയ്ത ചില കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്. കാരണം സ്റ്റാഫ് റൂമിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പഴയ കുട്ടികൾ ചെയ്ത ചില കാര്യങ്ങളും പുസ്തകങ്ങളുമൊക്കെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ അത് അങ്ങനെ ചിലരുടെയൊക്കെ മുഖം എൻ്റെ മനസ്സിലുണ്ട്. രണ്ടാമത്തെ അതൊക്കെ എനിക്ക് ഓർമ്മയുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഞാനൊരു ബ്രദറായിരുന്നു, അച്ഛനല്ല. അപ്പം ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികളെ ഇടയ്ക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങളെ ഹീറോസ് ആയിട്ടാണ് വിളിക്കുക. പഠിച്ചു പോയ കുട്ടികൾ നിങ്ങളിങ്ങനെ സ്കൂളിൽ പരാതികളൊക്കെ വന്ന് നിൽക്കുമ്പോൾ മറ്റ് ചെറിയ കുട്ടികളിങ്ങനെ നിങ്ങളെ നോക്കുകയും അധ്യാപകരുടെ അടുത്തൊന്നും പ്രധാനം പറയുകയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള ചില രംഗങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഇതിലെ ബൈക്കിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ചില ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതൊക്കെ ഇനിയും ഇങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ നല്ല ഓർമ്മയുണ്ട്. എന്തായാലും എല്ലാവരും ഒന്ന് വളരെ വർഷങ്ങൾക്ക് ശേഷം ഈ മുഖങ്ങളിലൂടെ കാണാൻ കഴിയുന്നു എന്നത് വലിയ കാര്യമാണ്. ചിലരെയൊക്കെ ഞാൻ ദിവസവും കാണുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഒട്ടും നേരത്തെ കാണാത്ത ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അതിനെപ്പറ്റി ഉണ്ടാവും. എന്തായാലും ഈ ഒരു കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് പരസ്പരം കാണാനും നിങ്ങളൊക്കെ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പരസ്പരം അറിയാനൊക്കെയാണ് ഈ കൂട്ടായ്മ വളരെ മഹത്തരമാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, മാസങ്ങളായിട്ട് പല ബാച്ചിൻ്റെയും കൂട്ടായ്മകൾ നടന്നു. ഞങ്ങളുടെ മണ്ണ് 1984 ആ ബാച്ചിൻ്റെ കൂട്ടായ്മയിലൂടെ നടക്കുകയുണ്ട്. ഏകദേശം 50-55 വയസ്സിന് മുമ്പുള്ള ആൾക്കാരുടെ ഒരു ഒത്തുചേരലുണ്ട്. ഈ അടുത്ത ദിവസം എന്നെ ഒരു ആൾ വിളിച്ചു പറഞ്ഞു, ഇവിടെ ജോസഫ് ഈ 10A പഠിച്ചത്. ഞാൻ കണ്ടിട്ട് പോയി. എനിക്ക് ആകെ സ്കൂളിലെ 10A കാര്യങ്ങൾ ഓർമ്മ. 77, 78 കാലഘട്ടത്തിൽ ഞാൻ വളർന്ന സ്കൂളിൽ 10ാം ക്ലാസ് A നീ 10Aയിലായിരുന്നു. ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റോസമ്മയാണ്, കല്ലോടി എന്നാണ്. എന്താ സംഭവം? ഒരു ഒത്തുചേരൽ 10ാം ക്ലാസ് A ഏകദേശം 60 വയസ്സിന് മുമ്പുള്ള ആൾക്കാർ പലരും. ഞാൻ പറഞ്ഞു ഞാൻ ആ ബാച്ചിലല്ല, ഞാൻ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകുന്നത്. എന്തായാലും എന്താണ് 25 പേരെ കിട്ടിയിട്ടുള്ളത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എവിടെയെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഇപ്പം തീരുമാനമായിട്ട് വിളിക്കട്ടെ എന്ന് വെച്ചിട്ട് അറിയാൻ കൊണ്ട് മാറി നിൽക്കുമല്ലോ. ഏതായാലും ഈ ഒരു അനുഭവം ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഒത്തുചേർന്ന് ഇതൊരു വല്ലാത്ത അനുഭവമാണ്. നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾക്ക് ആരൊക്കെ ഉണ്ട്. ഞങ്ങൾ പണ്ട് കണ്ടു മറന്നുപോയ അല്ലെങ്കിൽ അതിൻ്റെ വലിയ സുഹൃത്തായിരുന്ന ആൾക്കാർ നിങ്ങൾ ഒന്നിച്ച് ചേർന്ന ഒരു ഗ്രൂപ്പായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് ആരൊക്കെ ഉണ്ട് എന്നൊരു തോന്നൽ തീർച്ചയായിട്ടും ഈ ഒത്തുചേരലുണ്ടാവും. നിങ്ങൾക്ക് പരസ്പരം പറഞ്ഞുകൊണ്ട് പലരും പല ജീവിത സാഹചര്യമുള്ളവരാണ്. അപ്പോൾ അതങ്ങോട്ടും ഷെയർ ചെയ്യുകയും പരസ്പരം സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മയായിട്ട് തുടങ്ങട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച 2 പ്രാവശ്യം ഞാൻ പഠിക്കുന്നില്ല. ഞാനിവിടെ നിൽക്കുന്നത് നന്ദി പറയാൻ അതോടൊപ്പം അപേക്ഷ നൽകാൻ കൂടിയാണ്. നന്ദി ഇങ്ങനെ
യോഗം അറേഞ്ച് ചെയ്തവർക്ക് കുറേ കഷ്ടപ്പെട്ട ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും പേര് എനിക്ക് എടുത്തു പറയാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷൈബി, വിനീഷ്, ഫൈസി, അതേപോലെ ഇനിയും ഒത്തിരി പേരുണ്ടെന്ന് ഇതിന് പ്രവർത്തിച്ചത് മഞ്ജുഷി, അവരെക്കൊണ്ടുണ്ട്. ഇനി ആരെക്കൊണ്ടൊക്കെ എല്ലാവരുടെ പേര് എടുത്ത് പറയാം. അവർക്കെല്ലാം നന്ദി പറയാം. എനിക്ക് ഒത്തിരി സന്തോഷം എന്നെ ഒത്തുചേരാൻ അറിയിച്ചത്. രണ്ടാമതായിട്ട് അപേക്ഷ ഇന്നത്തോടുകൂടി ഈ ഒരു മീറ്റിംഗ് ഇതുപോലെ തീർന്നു പോകാതെ എല്ലാ വർഷവും സാധിക്കുമെങ്കിൽ നമുക്ക് ഇതുപോലെ വീണ്ടും ഒത്തുചേരാനുള്ള അവസരം പ്രത്യേകിച്ച് ഇവിടെയുള്ളവർ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി വീണ്ടും ഇതുപോലെ ഒത്തുചേരാൻ സാധിക്കും. ആ ഒരു അപേക്ഷയും കൂടെ സമർപ്പിച്ചുകൊണ്ട് അതോടൊപ്പം സാറ് ടീച്ചറിനെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അവരൊക്കെ വീണ്ടും ചെറുപ്പമായി പോകാൻ തോന്നുന്നു. ജോസഫ് മാർക്കും കണ്ടമാറ്റൊക്കെ അന്ന് കണ്ടതിനേക്കാൾ ചെറുപ്പം നമ്മൾ ഇവിടെ വന്ന പലരും വയസ്സന്മാരായിട്ടിരിക്കുന്നു. അവർ വീണ്ടും ചെറുപ്പമായിരിക്കുകയാണ്. പക്ഷെ അവരുടെ മനസ്സിന് നന്മകൊണ്ടായിരിക്കും അവരിങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുന്നത്. എന്തായാലും ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ആശംസകൾ പറയാനായിരിക്കുന്നു. വേഗത്തിൽ ഓർമ്മ 2000 പേര് ഈ ഗ്രൂപ്പിൽ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ആ പേരുകൾ ആരൊക്കെയാണ് നിർദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല പേര് നമ്മൾ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞു. അന്ന് ആ പേരുകൾ തിരഞ്ഞെടുത്തത് IB വർക്കിയാണ്. IBക്ക് അന്ന് റാഷിദ് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ IBക്ക് ചെറിയൊരു ഗിഫ്റ്റ് റാഷിദ് ഇപ്പോൾ കൊടുക്കുന്നതായിരുന്നു. നമ്മുടെ അധ്യാപകരെ നമ്മളിപ്പോൾ ആദരിക്കുകയാണ്. ഇസ്മായിൽ ചാത്തൻ പ്രാർത്ഥിച്ചത് PA ജോസഫ് സാറ്, പൂർവ്വ വിദ്യാർത്ഥികൾ. ഇത് എന്തൊരു വാക്ക് ഇനി പറയാൻ വാക്ക് പരിമിതമാകുന്നതാണ് ഏറ്റവും നല്ലത്. പൂർവ്വ വിദ്യാർത്ഥികൾ പറയുമ്പോൾ തന്നെ നമ്മുടെ ശബ്ദം അടഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ശബ്ദം ഉണ്ടാകണമെങ്കിലും വളരെയധികം സന്തോഷമുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് സന്തോഷം കൊടുക്കുമ്പോഴും
7-30 350 ചിലപ്പോൾ വരുന്നത് 100 പേര് പോലും പഠിച്ചിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് 110 കുട്ടികൾ ഇല്ലാണ്ട് 100 പേര് വരുന്നില്ലേ? ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ഓഫീസൊക്കെ ആയിട്ട് വരാത്തില്ല. ഓഫീസുണ്ടോ ഇല്ലല്ലോ? പിന്നെ ഓജസിന്റെ കൂടെ പഠിച്ചിരുന്ന ദീപകുണ്ട്. എല്ലാവരെയൊക്കെ അറിയാം, പേരിനെയും അറിയാം. 2 വർഷം ഓജസിനെ വെച്ചപ്പോഴാണ് ദീപക്കിനെ കിട്ടിയത്. അവർ 2 നല്ല സ്നേഹിതരാണ്. അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് വന്ന് അച്ഛാ ദിവസവും 8ാം ക്ലാസ് വെച്ച് അടി മാത്രമുള്ള കുട്ടികളാണ്. ഈ സ്കൂളിന്റെ ചരിത്രം അവർ തിരിച്ചിട്ട് വിനോദിനി ഒരു പക്ഷേ ഈ സ്കൂളില് ഡിജിയോട് ഞാൻ പറഞ്ഞു, ഡിജി ഓജസ് എങ്ങനെയുണ്ട്? ഡിജി പറഞ്ഞു ഇതാണ് ഈ ഫേമസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞ് അച്ഛാ അവരാണ് മക്കളൊക്കെ അവർ കേൾക്കുന്നു. ഇവർ +2 പഠിക്കുന്ന ഡിജയുടെ ഇത് ഭയങ്കരമാണ് സ്കൂളാണ് കുറഞ്ഞ ക്ഷമിക്കാൻ ഞാൻ നമുക്ക് ഇവിടെയൊക്കെ ഓർമ്മയുണ്ട് അടുത്തുണ്ട്. അത് പിന്നെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വർഷമായിരുന്നു 2000-2001 വെച്ചാൽ വെറും 2-3 കേരളവൃത്തം പോലെ ഇരുന്നു ഡിസിഷൻ. ഒറ്റ വർഷം കൊണ്ട് 14 ആയെങ്കിൽ അതിൻ്റെ പിന്നിൽ ചരിത്രമുണ്ട്. പക്ഷെ ആർക്കും അറിയത്തില്ല. ഞാൻ എനിക്ക് ഈശ്വരത്തിൽ പോലെ ഇന്നും ഞാൻ ദുഃഖനാണെങ്കിലും ഈ സ്കൂളിന്റെ ഒന്നുമില്ലാത്ത പ്രശ്നമാണ്. അങ്ങനെ കിടന്ന സ്കൂളിനെ ഇപ്പൊ നൽകുന്ന ഈ രാത്രിയിലും പ്രത്യേകിച്ച് സാധ്യത വേറെ അധ്യാപകർക്ക് ഫ്രീഡം തന്നില്ലേ. ഈ പിള്ളേർ ജയിച്ചത് 2 ഓൾ കേരള ടൂറിസം സംഭവിച്ചെന്നറിയാം. 400 മാർക്ക് എത്താൻ ഇവരെ അനുവദിക്കുന്നുണ്ടല്ലോ. അതിൽ ശരിയാണ് സാർ, കേൾക്കുന്നില്ല? ഞാൻ ഇങ്ങോട്ട് അപ്പം പ്രിയമുള്ള മക്കളെ എന്ന് പറഞ്ഞ കുഴപ്പമൊന്നുമില്ലേ? ഞാനൊരു 68-69 വയസ്സുകാരനാണ്. 70 വരെ പറയാം. 70-77 ആളുകളുടെ പ്രിയമുള്ള മക്കളെ ഒരു വിഷമില്ല. ശരിക്ക് അടിച്ചിട്ടുണ്ടായിരിക്കും. അടിച്ചെങ്കിലും സ്നേഹം അന്നും ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരുടെയും ഇപ്പോഴത്തെ സന്തോഷമുള്ള മുഖം കാണുമ്പോഴും എൻ്റെ പ്രായം എന്താണ്? 10 വയസ്സ് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ കുടിക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെ സാന്നിധ്യം അനുഗ്രഹപ്രദമാണ്. അതിനാൽ നന്ദി പറഞ്ഞുകൊണ്ട് വാക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഐ വർക്കി 10 സീരിയൽ പഠിച്ച സ്റ്റുഡൻ്റാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. മൂത്ത കൊച്ച് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ചെറുത് LKG. ഞാൻ വർക്ക് ചെയ്യുന്നത് കൽപ്പറ്റ ലേബർ പ്രൊഡക്റ്റ് സൊസൈറ്റിയിൽ ഓവർസിയറായിട്ട് വർക്ക് ചെയ്യാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. അതിനു മുന്നേ പള്ളിക്കുന്ന് അക്ഷയ സെൻ്റർ നടത്തുകയായിരുന്നു. ഇപ്പോൾ ജോലി കിട്ടിയ പിന്നെ ഇപ്പം കൽപ്പറ്റയിലാണ്. എൻ്റെ പേര് ജിജോ, എൻ്റെ വീട് കൈപ്പാട്ടെന്നാണ്. പിന്നെ ഐ പറഞ്ഞ പോലെ വലിയ നിലയിൽ എത്തിയില്ലെങ്കിലും കൃഷിയായിട്ട് സുഖമായിട്ട് പോകുന്നു. എല്ലാം 1 വർഷമോ ഇല്ല, അങ്ങനെ പോകുന്നു. എൻ്റെ കല്യാണം കഴിഞ്ഞു. കാറ്റോളി പുതുശ്ശേരിയിലാണ് കിട്ടിയത്. 2 കുട്ടികൾ, 2 പെൺകുട്ടികൾ. ഒരാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഒരാൾ 4 വയസ്സ്. അടുത്തായിട്ട് റൂമിൽ എൻ്റെ പേര് റൂബിൻ. ഞാൻ സ്റ്റാഫ് നഴ്സായിട്ട് പനാറ് CHSയിൽ വർക്ക് ചെയ്തു 12 കൊല്ലമായി. വൈഫ് സ്റ്റാഫ് നഴ്സാണ്, കോട്ടപ്പുറ CHS വർക്ക് ചെയ്തു. എനിക്ക് 3 മക്കളാണുള്ളത്. മൂത്താൻ ഇപ്പോൾ 1ാം ക്ലാസ്സിലേക്ക്, പിന്നെ 2 പെൺകുട്ടികളാണ്. വീട് വിളമ്പോണ്ട മലക്കര. ാണ് 10 സീലായിരുന്നു പഠിച്ചത്. സാറിനൊക്കെ അറിയാമെന്ന് തോന്നുന്നു. സാറിന് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന മീനാടി കോഴിയായിരുന്നു. കോഴിസ് മീനാടി കോഴിയുടെ ബസ് വരുമ്പോൾ ഞാൻ കണ്ടു മാത്രം അവിടെയാണെന്ന് അറിയില്ല. ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ട്. മീനാടി കോഴിയാണ് 2-3-4 വർഷമായിട്ട്. ഞാൻ ISROയിലായിരുന്നു തിരുവനന്തപുരം വലിയമല നിർമ്മാണം ശേഷം 5-6 വർഷത്തോളം ESL വർക്കിൽ ടെക്നിക്കൽ ഉണ്ടായിരുന്നു. വൈഫ് കൈനാട്ടിയാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാഫ് നഴ്സാണ്. 2 പിള്ളേർ
ഒരാൾ 3 വയസ്സ്, ഒരാൾ 11 മാസം. മലക്കരയാണ് വീട്. ഓക്കെ, എൻ്റെ പേര് സ്റ്റാൻലി സത്യം. എൻ്റെ കൃത്യമായിട്ട് ഇടുക്കിയിലാണ്. എനിക്ക് 3 മക്കളുണ്ട്. മൂത്തവൻ 6ാം ക്ലാസ്സിലേക്ക് ഈ വർഷം, രണ്ടാമത്തെ മോളാണ്, അവൾ 4ാം ക്ലാസ്സിലേക്ക്, മൂന്നാമത് അംഗൻവാടിയിലേക്ക്. ഇവിടെ ജർമ്മൻ എൻ്റെ വീട്. എൻ്റെ ഇടുക്കി കഴിവയിലാണ്. ചിന്നു തോമസ്. എൻ്റെ പേര് ടിനു തോമസ്. ഏഷ്യയിൽ തന്നെയാണ് വീട്. പിന്നെ ഞാൻ 10th എയിലായിരുന്നു. ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ ഗൾഫിലായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് 2 വർഷമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. വൈഫ് അവിടെ തന്നെ ഒരുമിച്ച് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ്. 2 കുട്ടികൾ. മൂത്തയാൾ 4 വയസ്സ്, രണ്ടാമത്തെ ആൾ ഇപ്പോൾ 3 മാസം. ദീപ്തി. ഞാൻ 10 ഏജിലേക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏറ്റവും തന്നെയാണ് വീട്. പിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഓണത്തോട് ചുണ്ടയിൽ പറയോ. പിന്നെ 2 മക്കളാണ്. ഒരാൾ 5ാം ക്ലാസ്സിലേക്ക്, മോള് 1ാം ക്ലാസ്സിലേക്ക്. ഞാൻ ഫാദർ ടോണി. ഇവിടെ സ്കൂളിൽ ടോണി KL എന്നായിരുന്നു എൻ്റെ പേര്. എൻ്റെ വീട് അരിഞ്ചർമല. 10 സീലായിരുന്നു പഠിച്ചിരുന്നത്. ഇപ്പോൾ ഞാൻ ആന്ധ്രയിൽ വിജയവാഡ ഏലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഇടവകയിൽ വികാരിയായിട്ട് സേവനം ചെയ്യുന്നു. വിനയ്. എൻ്റെ പേര് വിനയ്. എന്നെ എല്ലാവർക്കും അറിയാത്ത എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെ വന്നാൽ ഞാൻ പലരോടും പേര് ചോദിച്ചു, പക്ഷെ എല്ലാവരും വന്നിട്ട് എൻ്റെ വിജയ് വിജയ് എന്ന് വിളിച്ചു. ആരോടും പേര് പറയണമെന്നില്ല. ഞാനിപ്പം വീട്ടിൽ തന്നെ ഉണ്ട്. എനിക്ക് കമ്പക്കാട് ഷോപ്പ് ഉണ്ടായിരുന്നു, ക്ലോസ് ചെയ്ത് ഞാൻ അടുത്ത ആഴ്ച UK പോവുകയാണ്. എനിക്കൊരു വൈഫ്, 2 പിള്ളേർ. ഒരു വൈഫല്ലേ ഉള്ളൂ. 2 പിള്ളേർ, 5 വയസ്സ്, ഒരാൾക്ക് 3 വയസ്സ്. മൂത്തത് പെൺകൊച്ച്, രണ്ടാമത്തെ ആണ്. ഓക്കെ, അടുത്തത് വിപിൻ കുമാർ. ഞാൻ ഉറപ്പാണ് എൻ്റെ പേര്. ഞാൻ 10 സീൽ പഠിച്ചു. ഞാനിപ്പോൾ ട്രൈബലിൻ്റെ ക്ലാസ് ഗ്രേഡ് വർക്ക്. എനിക്ക് മോളുണ്ട്, നിഖിൽ K. ജോസഫ്. എൻ്റെ പേര് നിഖിൽ K. ജോസഫ്. ഞാൻ 10 സീലാണ് പഠിച്ചത്. ഞാൻ MBA കഴിഞ്ഞ് കുറച്ചു കാലം ജോലി ചെയ്തിരുന്നു. ഇപ്പോൾ കൃഷിയായിട്ടാണ്, കർണാടക കൃഷി ചെയ്യുന്നു. ഇതിനു മുമ്പ് പള്ളിക്കുന്നതിലൊരു ചെറിയ കട നടത്തിയിരുന്നു. അപ്പം തന്നെ എല്ലാവരും എനിക്ക് കണ്ടു പരിചയമുണ്ട്. അതിന് മുമ്പ് എല്ലാവരും കാണാം. പിന്നെ ഭാര്യ, 2 പിള്ളേര്. പിന്നെ മൂത്ത വെച്ച് 3-ലും, ഇളയ കുട്ടിക്ക് 3 വയസ്സാണ്. സുനിൽകുമാർ P. സുനിൽകുമാർ. എന്നെ അറിയാം. ഞാൻ കുർബാനപ്പെട്ട എൻ്റെ വീട്. മനസ്സംരക്ഷണ വകുപ്പിൽ ക്ലർക്കായിട്ട് കൽപ്പറ്റ ജോലി ചെയ്യുന്നു. പിന്നെ വൈഫും മോനും അമ്മയും. റഫീഖ്. എൻ്റെ പേര് റഫീഖ്. 10ാം ക്ലാസ് ബിയിലായിരുന്നു. പിന്നെ കല്യാണം കഴിച്ചത് കൈതക്കൽ പനമരം. 3 പിള്ളേരാണ്, പെൺപിള്ളേരാണ്. 6ാം ക്ലാസ് പഠിക്കുന്ന ഒരാളെ സ്കൂളിൽ ചേർത്തിരിക്കുന്നു. പിന്നെ സന്തോഷിപ്പിക്കും. എൻ്റെ പേര് സന്തോഷല്ല. 10 ഏഴിലാണ് പഠിച്ചത്. ജോസഫ് സാറിൻ്റെ ഇടയ്ക്ക് ചോദ്യം വെച്ച് കാണുന്നത് പോലീസിലാണ്. ഒരു 5 വർഷം തൃശ്ശൂരായിരുന്നു. ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് ക്രൈം ബ്രാഞ്ചിലേക്ക് ഡെപ്യൂട്ടേഷനായിട്ട് വന്നത്. അപ്പോൾ സ്വന്തം നാടും വീടും കൂട്ടുകാരെല്ലാം ഹാപ്പിയായിട്ട് പോകുന്നു. പിന്നെ 2 മക്കളാണ്, 2 മോള്. ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. വീട്ടിൽ വൈഫ്, അമ്മ, പിള്ളേരെല്ലായിട്ട് അടിച്ചു പൊളിച്ച് പോകുന്നു. രമ്യ.
പുഴമ്പുകണ്ട ഗവൺമെൻറ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. മക്കൾ 2 പേര്, ഹസ്ബൻഡ് കൃഷിയാണ്. പിന്നെ എനിക്ക് വേറെ അസുഖപ്പോൾ ഭാഗ്യം കിട്ടിയത് ഞാൻ TTC കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പം നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ഒക്കെ ഒപ്പം ജോലി ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരെയും ഒന്നും കൂടെ പരിചയപ്പെടാൻ പറ്റി, ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പ്രസീത, എൻ്റെ പേര് പ്രസീത. കൽപ്പറ്റ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. കണ്ണൂരാണ് കല്യാണം കഴിച്ചത്. ഒരു മോളുണ്ട്, 5ാം ക്ലാസ്സിലേക്ക് കഴിഞ്ഞിട്ട് ഈ സ്കൂളിൽ തന്നെ ചേർത്തത്. കൽപ്പറ്റ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. ദിവ്യ രാജേഷ്. എൻ്റെ പേര് ദിവ്യ രാജേഷ്. എന്നെ കോട്ടയത്തേക്കാണ് കല്യാണം കഴിച്ച് വിട്ടേക്കുന്നത്. ഒരു മോനെ. ഞാനിപ്പോൾ അനിമൽ ഹസ്ബൻഡറിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്നു. സുജിത്ത്. എൻ്റെ പേര് സുജിത്ത്. ഞാൻ സ്വദേശം കണ്ണൂരാണ്. അമൃതത്തിൻ്റെ കീഴിലാണ് ഞാൻ ഈ സ്കൂളിൽ കയറി. കേവലം 1 വർഷം മാത്രമാണ് ഈ സ്കൂൾ പഠിച്ചത്. ഇപ്പോൾ ഫിസിക്സ് ടീച്ചറായിട്ട് കാസർഗോഡ് വർക്ക് ചെയ്യുന്നത്. ഒരു മോൻ 5 വയസ്സ്. ഓക്കെ, താങ്ക് യു സർ. വിനീഷ്. എന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടോയെന്ന് അറിയില്ല. എൻ്റെ പേര് വിനീഷ്. എല്ലാവർക്കും അറിയാം. പേര് വിനീഷ്. സ്നേഹമുള്ളവർ DC എന്ന് വിളിക്കും. വീട് മലങ്കര. എത്ര മതി? മലങ്കര. ഞാൻ എൻ്റെ പഠനങ്ങളൊക്കെ സ്കൂൾ ജീവിതം കഴിഞ്ഞ ശേഷം പഠനങ്ങളൊക്കെ പുറത്തായിരുന്നു. ഞാൻ ബോംബെയിലും ഹൈദരാബാദൊക്കെയാണ് പഠിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഡൽഹിയിലായിരുന്നു. ജീവിതത്തിൽ ഒത്തിരി വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒത്തിരി സമയങ്ങളുണ്ടായിരുന്നു. എന്നെ ആ സമയങ്ങളിൽ വന്ന് എന്നെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങളെയൊക്കെ നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ ഫാദർ പെട്ടെന്ന് മരണപ്പെട്ടു. അതിനുശേഷം 5 വയസ്സുള്ള എൻ്റെ മോള് പെട്ടെന്നൊരു അവസ്മാരമാണെങ്കിലും മോള് വീണ്ടും മാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലൊക്കെ ഒത്തിരി സന്തോഷം. എല്ലാവരെയും കാണാൻ കഴിയുന്നതിലൊക്കെ. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും വലിയ മാറ്റമൊന്നുമില്ല, അന്നത്തെ പോലെ തന്നെയാണ് ഇന്ന് ഉള്ളതെന്ന്. ആഘോഷം വന്നാൽ വെച്ചു. താങ്ക് യു ഫാദർ. ജയ് പ്രവീൺ. എൻ്റെ പേര് ജയപ്രവീൺ. വീട് ചുണ്ടക്കുന്നാണ്. പട്ടം ഫോഴ്സസിൻ്റെ അയൽവാസിയായിട്ട് വരും. ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ITTയിലാണ്. ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ്. വൈഫുണ്ട്. പിന്നെ 3 വയസ്സുള്ള കുട്ടിയുണ്ട്. മഞ്ജുഷ. എല്ലാവർക്കും അറിയില്ലേ? എൻ്റെ പേര് മഞ്ജു. മഞ്ജുഷാണ്. ഇവരെന്നെ എല്ലാവരും മഞ്ജു. ഞാനായിട്ടത് പറഞ്ഞാൽ എൻ്റെ വീട് കോഴിക്കോടാണ്. ഹസ്ബൻഡ് കോഴിക്കോടാണ്. MBR ക്യാൻസർ സെൻ്ററിൽ MBR ക്യാൻസർ സെൻ്ററിൽ സൂപ്പർവൈസറായിട്ടാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പ്ലാറ്റോറിയത്തിൽ ITയിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഒരു കൊച്ചുണ്ട്, 8ാം ക്ലാസ്. സെൻറ് ജോസഫ്. റിജേഷ്. എൻ്റെ പേര് റിജേഷ് എന്നാണ്. വീട് പള്ളിക്കുന്ന്. ഇപ്പോൾ ഞാൻ ഫിലിപ്സ് ഇന്ത്യയിലാണ്. ഫിലിപ്സിൻ്റെ ഒരു ബ്രാൻഡായിട്ടുള്ള പ്രീതി കിച്ചൺ അപ്ലയൻസസിൽ വയനാട്ടിലെ ടെക്നീഷ്യനാണ്.
അച്ഛനത് കുറിച്ചെത്തിച്ചിട്ടുണ്ട്. അതിന്റെ കാരണക്കാരൻ അദ്ദേഹം അയക്കുന്നവരാണ്. എന്നും ഒരു നല്ലതായിട്ടേ വന്നിട്ടുള്ളൂ. അതിന് സങ്കടമൊന്നുമില്ല, വെറുതെ പറഞ്ഞുണ്ടോ സാർ? ബൈജു കേട്ടി. എൻ്റെ പേര് ഷിൻഡോ, മലങ്കരയാണ് വീട്. ഞാൻ ബത്തേരി സെൻറ് മേരീസ് കോളേജിൽ അവസാനം 7 വർഷമായിട്ട് ഇപ്പം വൈഫും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സെൻറ് മേരീസ് കോളേജിലാണ്. ലാസ്റ്റ് 7 വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മോനുണ്ട് 6 വയസ്സ്. എക്കണോമിക്സ് ജിജോ ജോർജ്. എൻ്റെ പേര് സിജോ ആണ്, സിജോ ജോർജ്. എൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ക്ഷേമനിധി ഓഫീസിൽ എൽ ഡി ക്ലർക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. മാരീഡാണ്, പിള്ളേരായിട്ടില്ല. പിന്നെ ഇങ്ങനൊരു സംഭവം ഇവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും എൻ്റെ അതിനുള്ള ആശംസകൾ. ഇവിടെ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി. ജിൻഷാ മുഹമ്മദ് സിംഗ്. ഞാൻ ബത്തേരിയിലാണ്. 3 പിള്ളേരുണ്ട്. ഹൗസ് വൈഫ്. ഹലോ. ആരും എന്താ പറയുക, ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കണമോ എനിക്ക് തോന്നുന്നു. കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക, നമ്മുടെ ചില പേരുകളും എല്ലാവരും വന്ന് പരിചയപ്പെടുത്തുമ്പോൾ ചില പേരുകളൊക്കെ ഞങ്ങൾ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നൊക്കെ വിളിച്ച പോലെ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആകും എല്ലാവരും. നമ്മൾ 21 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒന്നിച്ചു കൂടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരായിരുന്ന ആൾക്കാരും എല്ലാവരും കൊണ്ട് ഒത്തിരിയേറെ ആളുകൾ നമുക്ക് മിസ് ചെയ്യുന്നു. എൻ്റെ പേര് ഫ്ലൈസി, ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഫ്ലൈസി എന്നാണ് എൻ്റെ പേര്. എൻ്റെ വീട് കൈപ്പാട്ടൂരിൽ. എനിക്കൊരു മോനുണ്ട്, ഐവി. അത് സർവോദയ പ്രോഡക്റ്റായിട്ട് തന്നെ വളരട്ടെ എന്ന് വിചാരിച്ച് ഇവിടെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിപ്പോൾ നീതിവേദി എന്ന ഒരു മനുഷ്യാവകാശ സംഘടനയുടെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. 14 വർഷത്തോളമായിട്ട് ഞാൻ നീതിവേദിയിൽ വർക്ക് ചെയ്യുന്നു. താങ്ക് യു. ആർക്കെങ്കിലും കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ പൈസനെ കോൺടാക്ട് ചെയ്താൽ മതി. പൈസയൊന്നും കൊടുക്കണ്ട. കേസ് എന്തെങ്കിലും ചെയ്യും കേട്ടോ. DV ആണെങ്കിലും ഡൈവോഴ്സ് ആണെങ്കിലും മറ്റ് കേസുകളൊക്കെ ആണെങ്കിലും ചെയ്യും. പക്ഷെ ആരും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് കിട്ടിയ എൻ്റെ ഫ്രണ്ട് രജനി. എൻ്റെ പേര് രജനി. എന്നെ തൃശ്ശേരിക്ക് കെട്ടിച്ചത് പുൽപ്പള്ളി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കളുണ്ട്. 7ലും 1ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഹസ്ബൻഡ് ഡ്രൈവറാണ്. എൻ്റെ പേര് മാത്യു സീജൻ. സിംസ് എന്ന പേരുണ്ട്. ഞാൻ 10 പേരാണ് പഠിച്ചത്. വീട് പള്ളിക്കുന്ന്. കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചു 3 മാസം ലേറ്റ് മാരേജ് ആയിരുന്നു. പിന്നെ ഞാൻ PWD പ്രൈവറ്റ് കോൺട്രാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ദീപക്. ഞാൻ ദീപക് അറിയായിരിക്കൂല്ലേ? നല്ല പണി വന്നായിരുന്നു. ഞാൻ ഇപ്പം കൊട്ടിയൂർ പഞ്ചായത്ത് ഓഫീസിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നു. കുറേ കാലം യമനിലുണ്ടായിരുന്നു. ഒരു 8-9 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. പിന്നെ യമൻ ഏകദേശം കൊളാക്കി കഴിഞ്ഞപ്പോൾ ആ വഴിക്ക് തിരിച്ചു വന്നു. ഏറെക്കുറെ അപ്പം അങ്ങനെ ഒരു മാരീഡാണ്. വൈഫ് മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നഴ്സാണ്. 2 കുട്ടികളുണ്ട്.
ഒരാൾ 3ാം ക്ലാസ്സിൽ, ഒരാൾക്ക് 1.5 വയസ്സ്. വെളമ്പണ്ടത്താണ് റോബിൻ ജോസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവരും നമസ്കാരം. ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ തന്നെ അവസരം ഒരുക്കുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് റോബിൻ ജോസ് എന്നാണ്. കൈപ്പാട്ടു എന്നാണ് വീട്. ഞാനൊരു വിവാഹിതനാണ്. 2 പിള്ളേരുണ്ട്. ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ടൈൽസ് കാലത്ത് വർക്കെടുത്ത് ചെയ്യാണ്. സന്തോഷമായിട്ട് പോകുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത ഡിജ സീസൺ. ഞാൻ ലീജ 10ായിരുന്നു. ഇപ്പോൾ 21 വർഷത്തിന് ശേഷം എല്ലാവരും ഒന്നിച്ച് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം. എല്ലാം നന്ദി ആദ്യം പ്ലേസിയോട് അറിയിക്കുകയാണ്. അപ്പം നമ്മുടെ ഗ്രൂപ്പ് ഫോം ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. പ്ലേസിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാൻ ബോർഡ് മെസ്സേജർ ഷീബ. എൻ്റെ പേര് ഷീബ. എന്നെ കല്യാണം കഴിച്ചത് കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്. എൻ്റെ മോളാണത്. കാഞ്ഞങ്ങാട് വിശാഖമല. പിന്നെ എൻ്റെ മോള് 5.5 വയസ്സായി. പിന്നെ ചെറിയൊരു മോളുണ്ട് 1 വയസ്സായ. ഞാനൊന്നും ചെയ്യുന്നു. ദീപു KG. എൻ്റെ പേര് ദീപു ആണ്. വിളമ്പേണ്ടത്താണ് വീട്. ഞാൻ 10 അറിയണം. പിന്നെ മാരീഡാണ്. ഒരു മോനുണ്ട്. ഞാൻ KSEBയിൽ കമ്പളക്കാട് മീറ്റർ ഡ്രൈവർ വർക്ക് ചെയ്യുന്നു. റിജോയ്. റിജോയ് കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത് അച്ഛൻ എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടിയിട്ട് ഈ കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടി പറ്റിയത്. ഓക്കെ, അച്ഛൻ ആ സമയത്ത് കളിക്കുന്ന സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ വന്നിരുന്നു. ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്തു നല്ലതാണ്. ആ സമയത്താണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ഫ്രണ്ട്സായിട്ട് കൂടി ഉണ്ടായിരുന്നത്. കാരണം അച്ഛനാണ് നിർബന്ധമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ഏൽപ്പിക്കേണ്ടത്. മഞ്ജു മാത്യു. ഞാൻ മഞ്ജു മാത്യു. ഞാൻ 10th ബിയിലായിരുന്നു പഠിച്ചത്. ഇപ്പോൾ സ്റ്റാഫ് നഴ്സായിട്ട് കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നു. മാരീഡാണ്. 2 കുട്ടികളുണ്ട്. ചേച്ചിക്കാണ് കല്യാണം കഴിച്ചത്. സാജിർ. എൻ്റെ പേര് സാജിറ. ഞാൻ 10 ബിയിലാണ് പഠിച്ചത്. എന്നെ കാരക്കവലാണ് കല്യാണം കഴിച്ച് വിട്ടത്. എനിക്ക് 3 കുട്ടികളുണ്ട്. മൂത്ത 9ൽ പഠിക്കുന്നത്, രണ്ടാമത് 6ാം ക്ലാസ്സിൽ, ഇളയ മോള് 2ാം ക്ലാസ്സിൽ. ഹൗസ് എൻ്റെ പേര് വിപിൻ. പലയിടത്താണ് വീട്. ഞാനവിടെ സഹകരണ സംഘത്തിൽ ജോലി ചെയ്യാണ് 15 വർഷമായിട്ട്. മാരീഡാണ്. വൈഫും 2 പിള്ളേരും അമ്മയും ചെറിയ കുടുംബം സന്തോഷമായി ജീവിക്കുന്നു. ബിജു കെ. എൻ്റെ പേര് പ്രിയ. വിളമ്പുകണ്ടത്താണ് വീട്. കല്യാണം കഴിച്ചത് പള്ളിക്കുന്ന്. 2 മക്കളുണ്ട്. ഒരാൾ 10ാം ക്ലാസ്സിൽ, ദിയ എന്നാണ് പേര്. ചെറുത് 5ാം ക്ലാസ്സിൽ. 2 പെൺകുട്ടികൾ. ശാലിനി. എൻ്റെ പേര് ശാലിനി. ഞങ്ങളുടെ ഏച്ചോ തന്നെയാണ്. 10ാണ് പഠിച്ചത്. എൻ്റെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് പുത്തൂർ വയറ്റിലേക്കാണ്, മേപ്പാടി. 2 പെൺകുട്ടികളാണ്. ഞങ്ങളിപ്പം സേലത്താണുള്ളത്. ഹസ്ബൻഡിന് അവിടെ പൂജയാണ് ഉള്ളത്. നിത. എൻ്റെ പേര് നിത. 10ാണ് പഠിച്ചത്. കല്യാണം കഴിച്ചത് തലശ്ശേരിയാണ്. ഹസ്ബൻഡ് കൽപ്പറ്റ മിൽമയിൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ മലങ്കരയിൽ തന്നെ സെറ്റിലാണ്. എനിക്ക് മോനുണ്ട്. ഇവിടുത്തെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്, 4ാം ക്ലാസ്സിൽ. പിന്നെ
വർക്ക് ചെയ്യുന്നതോ ചോദിച്ചാൽ കല്യാണത്തിന് മുന്നേ വരെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ സ്കൂളിൽ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം PSC ഒക്കെ ട്രൈ ചെയ്യുന്നതുകൊണ്ട് വർക്ക് ചെയ്തിട്ടില്ല. PG B.Ed ഒക്കെ കഴിഞ്ഞാണ്. ഷിജി TL. എൻ്റെ പേര് ഷിജി. മാനന്തവാടി അടുത്ത് എട്ടാമത്താണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. 3 മക്കളാണ്. മൂത്തയാൾ 10ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾ 7ൽ, ചെറുത് 1ാം ക്ലാസ്സിലാണ്. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് മാനന്തവാടി സബ് ബാങ്കിൻ്റെ മൈക്രോ ഫിനാൻസിലാണ്. എൻ്റെ പേര് റാണി കെ ജോസ്. ഞാൻ 10 ബിയിലാണ് പഠിച്ചത്. എൻ്റെ പഠിച്ചു പഠിക്കുന്ന പൂളികളിൽ 2 മക്കളുണ്ട്. 8ാം ക്ലാസ്സിലേക്ക് 3ാം ക്ലാസ്. എൻ്റെ പേര് ബിനു എന്നാണ്. ഞാൻ പള്ളിക്കുന്നുകാരനാണ്. പുല്ലാത്തിക്കുന്നിലാവുന്നത്. ഞാൻ ഈ പള്ളിക്കുന്നിലും ഏറ്റവും പുറപ്പെട്ടൊക്കെ കറങ്ങി നടക്കുന്ന ഒരാളാണ്. സ്ഥിരമായി എപ്പോഴും എന്നെ എല്ലാവരും കാണുമല്ലോ. എനിക്ക് 3 പിള്ളേരാണ്. ഒരാൾ 3ാം ക്ലാസ്സിലും, രണ്ടാമത്തെ ആൾ 1ാം ക്ലാസ്സിലും, ഏറ്റവും ആളെ നേഴ്സറിയിലും. ജിനീഷ്. ജിനീഷ് ആണ്. 10 ബിയിലായിരുന്നു. യേശോത്താണ് വീട്. 2 കുട്ടികളുണ്ട്. 2 പെൺകുട്ടികൾ. മൂത്തയാള് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, രണ്ടാമത്തെ ആള് LKG. ഞാൻ ഇപ്പോൾ ഒരു 3 കൊല്ലമായിട്ട് ചെന്നൈയിലാണ്. ചെറിയ ബിസിനസ്. എൻ്റെ പേര് വിജയത്ത്. ഞാൻ ഹൗസ് വൈഫാണ്. എന്നെ കെട്ടിച്ചിട്ടുണ്ട് ബത്തേരിക്ക്. 3 പിള്ളേരുണ്ട്. ഒരാൾ 10ാം ക്ലാസ്സിൽ, ഒരാൾ 6ൽ, ഒരാൾ LKG. 10C. ബാബു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുണ്ട് എല്ലാവരും കാണുന്നു. അപ്പോൾ ഒരുപാട് ഞാൻ പല അധ്യാപകരെയും കാണാറുണ്ട്. അച്ഛനെ ഇടയ്ക്ക് കാണാറുണ്ട്. സാറിനെ മിക്കവാറും എല്ലാ ദിവസവും കാണാറുണ്ട്. അപ്പോൾ എന്തെന്നറിയില്ല, പറയാൻ കുറേ ഉണ്ട്. പഴയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടിച്ചേർന്ന് ഇതിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ഫേസിയുണ്ട്, മഞ്ജുണ്ട്, അതേപോലെ IB ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും രമ്യ ഗീത എല്ലാവരെയും എടുത്ത് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ അവർ ഓർക്കുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവിടെ കൂടാൻ പറ്റിയില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം അതിയായ സന്തോഷം. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പേര് ബാബു. ഞാൻ ഇവിടെ എൻ്റെ ഡയറക്ടർ മുന്നിലിരിക്കുന്നുണ്ട്. എന്നാലും അവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഒരാൾ സർവോദയത്തിൽ തന്നെ പഠിക്കുന്നു, ഒരാൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരായിട്ട് നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരിപ്പോൾ ഈ പ്രോഗ്രാമിൽ അവർ പങ്കെടുക്കും. അവരവരെ തന്നെ പരിചയപ്പെടുത്തും. അവരെവിടെയാണ്. നീ എവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ ഇസ്രായേലിലാണ്. 7 വർഷമായി. ഫാമിലി നാട്ടിലാണ്. ഒരു മോള്, ഒരു മോന്. മോള് 10ാം ക്ലാസ് എക്സാം എഴുതിയിരിക്കുന്നു. മോൻ 9ാം ക്ലാസ്സിലേക്ക്. ചേട്ടായി കൃഷിയാണ്. കെട്ടിച്ചേക്കുന്ന പുൽപ്പള്ളിയാണ്. അപ്പം എല്ലാവരെയും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പം നന്ദി. അപ്പോൾ ഫുഡ് ഞങ്ങൾക്ക് ഇങ്ങനെ കുമോരി നിങ്ങൾക്ക് തരാൻ പറ്റുമായിരുന്നില്ലേ? അത് കഴിക്കുന്നത് കണ്ടോളൂ. അത്ര ചെയ്യാൻ പറ്റും. നിൻ്റെ അഡ്രസ്സ് ഒന്ന് അയച്ചു തരുവാണെങ്കിൽ ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം നിങ്ങൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അത് എൻ്റെ വീട്ടിലാണെങ്കിലും കൊടുത്താൽ മതി. ഓക്കെ ചെയ്യാം. ഇതാ സൗമ്യ സിറ്റി. സൗമ്യ സിറ്റി ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ശരി കൊടുക്കാം. എൻ്റെ പേര് സൗമ്യ സിറ്റി. കുപ്പാടിത്തറി ആണ് വീട്. 2 മക്കളുണ്ട്. മോൻ 4ാം ക്ലാസ് പഠിക്കുന്നത്. 5ലേക്ക് ആണ് ഇനി. പിന്നെ ചെറുത് 1ലേക്ക്. സുഖമായിരിക്കുന്നു അല്ലേ? വരാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമുണ്ട്. സുഖമായിരിക്കുന്നു. എല്ലാവരെയും കണ്ടതിൽ സന്തോഷം. ഒരുപാട് പേരൊന്നും കാണാൻ പറ്റുന്നില്ല. വളരെ ചെറിയൊരു സ്ക്രീനാണ്. പിന്നെ ടീച്ചേഴ്സിനെ ആരെയും കണ്ടില്ല. ഞാനിപ്പോൾ ലൈവ് വന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്നും കാണാൻ പറ്റിയില്ല. ആ സൈഡിൽ ഒന്ന് സൂം ചെയ്യുകയാണെങ്കിൽ കാണാൻ തോന്നുന്നു. അറ്റത്തായിരിക്കുന്നത് തോമസ് അച്ഛൻ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത്.
തോമസ് അച്ഛൻ, ജോസഫ് മാഷ്, ശാന്തകുമാരി ടീച്ചർ. നീ എവിടെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു? ഞാനും നിങ്ങൾക്കിപ്പോൾ റിട്ടയർ ആയിരുന്നു. ഇനിയിപ്പം രണ്ടാമത് ഒന്ന് പതുക്കെ ഓസ്ട്രേലിയയിലേക്ക് വന്നു. ഇവിടെ 2 വർഷമായി ഞാൻ എത്തിയിട്ട്. കുഴപ്പമില്ല, ഇന്ന് തട്ടിമുട്ടി പോകുന്നു. ചെറിയൊരു വീട് വാങ്ങി അങ്ങനെ ഞങ്ങൾ നിൽക്കുന്നു. അതിൻ്റെയൊക്കെ ഒരു തിരക്കായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് ലൈവ് ഒന്നും വരാൻ പറ്റാതിരുന്നത്. മക്കൾ എത്ര പേരാ? 2 പേര്. മൂത്ത മോള് 9 വയസ്സ്, രണ്ടാമത്തത് ചെറുതാണ്, 3 മാസം, അത്രേ ആയുള്ളൂ. ഓക്കെ, താങ്ക് യുടാ. ജിഷ ജോർജ്. ഞാൻ ഓൺലൈനിലുണ്ട്, വീഡിയോ ഓൺ ചെയ്യുന്നില്ല, ഡ്യൂട്ടിയിലാണ്. മാലീസ് ജോലി ചെയ്യുന്നു. സുഖമായിട്ട് പോകുന്നു. എന്നെ കെട്ടിച്ചേക്കുന്ന മഞ്ചേരിയാണ്. 2 പിള്ളേരുണ്ട്. മൂത്ത കൊച്ച് 3ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ കൊച്ചിന് 3.5 വയസ്സ്. സുഖമായിട്ട് പോകുന്നു. തോമസ് അച്ഛൻ കോൺവെന്റിൽ പോകുന്നു വിചാരിച്ച കൊച്ചാണ്, പക്ഷേ കോൺവെന്റിൽ നിന്ന് ചാടി പോകുന്നല്ലേ? ആ, ഓക്കെ ഓക്കെ, എന്നാ ഓക്കെ, താങ്ക് യു ജിഷ. അടുത്ത് സോണി. ഹലോ, എൻ്റെ പേര് സോണി. എല്ലാവരും കാണാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം. എന്നെ കല്യാണം കഴിച്ചു വിട്ടേക്കുന്നത് കണ്ണൂർക്കാണ്. നൈസായിട്ട് 2 കുട്ടികളുണ്ട്. 2 ആൺപിള്ളേരാണ്. മൂത്തതിന് 10 വയസ്സ്, രണ്ടാമത്തേന് 5 വയസ്സ്. എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇറ്റലിയിൽ. ഓക്കെ, സുഖമായിരിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിപ്പം 13 വർഷമായി ഇവിടെ സെറ്റിൽഡാണ്. ഓജസ്. ഹസീന, കമോൺ. 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്ലേസിന് ഇവിടെയൊക്കെയാണ് പഠിച്ചത്. പക്ഷേ വരാൻ പറ്റാത്തതിൽ വളരെ സങ്കടമുണ്ട്. ചെറിയ കുട്ടികളുണ്ട്, പനിയായതുകൊണ്ട്. പിന്നെ എല്ലാവരും ഇതിലൂടെയെങ്കിലും കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ എവിടെയുള്ള? ഇപ്പൊ ഞാൻ 5 ഓക്കെ, താങ്ക് യു. രജിത. ഓക്കെ. എൻ്റെ പേര് രജിത. ഞാനിവിടെ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 പിള്ളേരുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? എല്ലാവരും. ഞാൻ 10 ബിയിൽ. ഓക്കെ ഓക്കെ. എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഓക്കെ ഓക്കെ, താങ്ക് യു.
നാമൊന്നല്ലേ നമ്മളൊന്നല്ലേ നമുക്കുടയോനും ഈ മണ്ണിനുടയോനും നമ്മളല്ലേ നമ്മളല്ലേ താര നമ്മളല്ലേ നമ്മളല്ലേ കൂരുരുട്ടിൽ വളർന്ന് കോടമഞ്ഞിൽ നമ്മളൊന്ന് കൊടും കാട്ടിൽ കൊടും വെയിലിൽ പെരുമാരിയിൽ നമ്മളൊന്ന് കൂരുരുട്ടിൽ നമ്മളൊന്ന് കോടമഞ്ഞിൽ നമ്മളൊന്ന് കൊടും കാട്ടിൽ കൊടും വെയിലിൽ പെരുമാരിയിൽ നമ്മളൊന്ന് നാമൊന്നല്ലേ നമ്മളൊന്നല്ലേ നമുക്കുടയോനും ഈ മണ്ണിനുടയോനും നമ്മളല്ലേ നമ്മളല്ലേ താര നമ്മളല്ലേ നമ്മളല്ലേ വിയർപ്പല്ലോ മുത്തുമണിയ പൂത്തു നിൽക്കുന്നു നമ്മുടെ കരുത്തല്ലോ കനകമണിയ തിങ്ങി നിൽക്കുന്നു പങ്കുവയ്ക്കുക തുല്യമായ നമ്മളൊന്നല്ലേ ഈ കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ പങ്കുവയ്ക്കുക തുല്യമായ നമ്മളൊന്നല്ലേ ഈ കനകമണികൾ മുത്തുമണികൾ നമ്മുടേതല്ലേ നാമൊന്നല്ലേ നമ്മളൊന്നല്ലേ നമുക്കുടയോനും ഈ മണ്ണിനുടയോനും താര നമ്മളല്ലേ നമ്മളല്ലേ താര നമ്മളല്ലേ നമ്മളല്ലേ ഗായകരായി വന്നവർ അവർക്ക് നമ്മുടെ ഒരു 6 പേരാണ് വന്നത്. അവർക്കിപ്പോൾ നമ്മളൊരു മൊമെൻ്റോ കൈമാറുകയാണ്. തോമസ് അച്ഛൻ അവർക്ക് ഓരോരുത്തർക്ക് മൊമെൻ്റോ കൈമാറും. അടുത്തായിട്ട് എത്തുന്നു നമ്മുടെ ഏറ്റവും സ്വദേശിയായിട്ടുള്ള ജിൻസൺ. നല്ലൊരു സിംഗറാണ് ജിൻസൺ. ഈ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഞങ്ങളുടെ ഒപ്പമുള്ള ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പമുള്ള ഒരു ഗായികയാണ്, വളർന്നു വരുന്ന ഒരു വലിയ ഗായിക സാധിക. തരങ്കടി ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജേട്ടനാണ് നമ്മുടെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിനെ കൺട്രോൾ ചെയ്തിട്ടുള്ളത്. രാജേട്ടൻ നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണെങ്കിൽ തന്നെ പൈസ മുമ്പോട്ട് പോകുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തും. ബഹുമാനപ്പെട്ട തോമസ് അച്ഛ, പ്രിയ കൂട്ടുകാരെ, ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക. കാരണം 21 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇത്രയും പേർ ഒന്നിച്ചു കൂടിയത് ചെറിയ സന്തോഷമല്ല, വലിയൊരു സന്തോഷം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിലും ആളുകൾ വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒത്തിരി പേരുകൾ തന്നിരുന്നുവെങ്കിലും കുറച്ചു പേർക്ക് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും 50-60 പേരിൻ്റെ അടുത്ത് നമ്മളിന്ന് ഇവിടെ വരികയുണ്ടായി. ഒത്തിരിയേറെ സന്തോഷം. കാരണം 21 വർഷങ്ങൾക്ക് ശേഷം പലരെയും കണ്ട് പലരെയും പരിചയപ്പെട്ടപ്പോൾ കൃഷിപ്പണി മുതൽ പോലീസ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, ടീച്ചർമാർ, അതുപോലെ ഒത്തിരി മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി കൂട്ടുകാർ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഗായകരായിട്ടുള്ള ലിൻസ്, അതുപോലെ തന്നെ നമ്മുടെ വിജയൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം, അത് അറേഞ്ച് ചെയ്തത് നമ്മുടെ പ്രിയ റിജേഷാണ്. റിജേഷിനും
റിജേഷിന്റെ കൂട്ടുകാർക്കും ഏറെ സ്നേഹത്തോടു കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ടെലികാസ്റ്റിംഗ് നടത്തിയ 2 സുഹൃത്തുക്കൾക്കും നമ്മുടെ 2000-2001 ബാച്ചിന്റെ പേരിലുള്ള ഹൃദ്യമായി നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ തോമസ് അച്ഛൻ ഇവിടുന്ന് പോയി എങ്കിലും ഞങ്ങളുമായിട്ട് ഒത്തിരി ഇടയ്ക്കിടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അച്ഛൻ വീട്ടിൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഡാഡിയായിട്ടും മകളായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം പുലർത്തുന്ന തോമസ് അച്ഛൻ കുറച്ച് നാള് മുട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസിലൊക്കെ വരുമായിരുന്നു, സന്ദർശിക്കുമായിരുന്നു. പാവങ്ങളോടും ഒക്കെ ഒത്തിരി കാരുണ്യമുള്ള ഒരച്ഛൻ. അച്ഛൻ നമ്മുടെ ഇടയിൽ ഇന്ന് നിങ്ങളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളോടൊപ്പം നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യാനും ഏത് കാര്യത്തിനും അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു. നമ്മളെ സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ഈ സൗഹൃദം ഇവിടത്തോടു കൂടി അവസാനിപ്പിക്കരുത്. എല്ലാ വർഷവും നമ്മൾക്ക് ഒന്നിച്ചു കൂടണം. ആദ്യത്തെ ഒരു ബാച്ച് നമ്മളിവിടെ നമ്മുടെ സ്കൂളിൽ ചേർന്നു. നമ്മൾ എല്ലാ വർഷവും ഇത് കണ്ടിന്യൂ ചെയ്തു പോകണം. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ഇതൊരു ബുദ്ധിമുട്ടായി എടുക്കാതെ ഇനിയും നല്ല രീതിയിൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരും നമ്മുടെ ഗ്രൂപ്പുകളിൽ ആക്റ്റീവ് ആകുക. നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ചും കൂടി നമ്മുടെ കൂട്ടുകാരെ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇനിയും ആളുകളെ കണ്ടെത്താനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എല്ലാവരെയും ഉൾപ്പെടുത്തണം. അതിനായിട്ട് എല്ലാവരും ഒരിക്കൽ കൂടി സഹകരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.